അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുക, പോയിട്ട് അവിടെ കുറച്ച് സമയം ചിലവഴിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ശാന്തിയും സമാധാനം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ ധൃതി പിടിച്ചിട്ടൊന്നും പോയിട്ട് കാര്യമില്ല, സമാധാനമായിട്ട് നമ്മൾ പോകണം. അത് നമ്മുടെ മനസ്സിന് നമുക്കൊരു സമാധാനം വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മാത്രമേ നമ്മൾ പോകുന്ന സ്ഥലത്തുണ്ടാവുള്ളൂ, മനസ്സ് മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിലാണ് പോകണതിനൊരർത്ഥം അല്ലേ. അപ്പോൾ പലപ്പോഴും പലരും പറയും യാത്ര പൊക്കോടെ, യാത്രകൾ ചെയ്തോളൂ, അമ്പലങ്ങളിൽ പൊക്കോളൂ എന്നൊക്കെ എന്നോട് പറയും. എന്നോട് പറഞ്ഞാലും എനിക്ക് പോകാൻ ആഗ്രഹമില്ലാതെയല്ല. ഇന്ന് ദൈവം സഹായിച്ച് നമുക്ക് ലേഡീസ് ഓൺലി ട്രിപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ അടുത്തുള്ളവരൊക്കെ കൂടിയിട്ട് പോകുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി കേട്ടോ. അപ്പോൾ പറയും പിന്നെ എല്ലാവരുടെ വീട്ടിലുമുണ്ട് പ്രായമായ അച്ഛനും അമ്മയൊക്കെയാണ്. എൻ്റെ വീട്ടിലുണ്ട്, ഓരോരുത്തരുടെ വീട്ടിലുണ്ട്, എല്ലാവരും നോക്കണുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഓർമ്മക്കുറവും അതുപോലെ തന്നെ സ്വഭാവ രീതികളിൽ വ്യത്യാസങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു ശല്യം ആവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഓരോ പോയിൻറ്റും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഞാൻ ഭക്ഷണം ചെയ്തു കൊടുക്കാറുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ടിഫിൻ പോലും ചിലപ്പോൾ 3 ഒക്കെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും എനിക്ക് മടിയില്ല. അപ്പോൾ അമ്മയ്ക്ക് ചൂടോട് കൂടിയിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില സമാധാനം കിട്ടുന്നത് നമ്മുടെ ബാല്യകാല ഓർമ്മകളും നമ്മുടെ തറവാട്ട് മുറ്റത്ത് എത്തുമ്പോഴാണ് അല്ലേ. അങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് ഒന്ന് പോയ സമയത്ത് തറവാട്ടിലെ പറമ്പുകളൊക്കെ ഇപ്പോൾ മറ്റേത് കവുങ്ങും തെങ്ങും തോപ്പുകളായിരുന്നു. ഇപ്പോൾ അതൊന്നല്ല, ഇപ്പോൾ റബ്ബർ വെച്ചിറക്കുകയാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ പഴയ ഒരു ഓർമ്മകൾ. അപ്പോൾ നമുക്ക് പാലക്കൽ ക്ഷേത്രം, ഇത് വരവൂരാണ് സ്ഥലം, നമ്മുടെ പാലക്കൽ ക്ഷേത്രമാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് അത്ര കാണുന്നുണ്ടാവില്ല മരങ്ങളുടെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് അല്ലേ. ഞാൻ എന്നാലും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അവിടെ അപൂർവി ഉണ്ടായിരുന്നു. ഞാൻ അവളെ വീഡിയോയിൽ കാണിക്കണില്ല, എന്നാലും അവളുടെ ഒരു ഭാഗം അവിടെ കാണാം. അപ്പോൾ അത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഓടിക്കളിച്ചതും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെല്ലാവരും കൂടി വേനൽക്കാല അവധിയിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവണ സമയത്ത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, അമ്പലം കെട്ടിയിട്ടും അതുപോലെ തുള്ളലിൻ്റെ കാലം വരുമ്പോൾ ആ തുള്ളലിൻ്റെ ഒരു രീതിയിലും നമ്മളെല്ലാം ചെയ്യും എന്നുള്ളത്. അമ്പലം കെട്ടുക എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ പട്ടകളുണ്ടല്ലോ അത് തൂക്കിയിടും, കയർ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ തൂക്കിയിട്ടിട്ട് അമ്പലം പോലെ കെട്ടി നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ശർക്കര, അരി, നാളികേരമൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കും, വിറകൊക്കെ കൂട്ടിയിട്ട്. പിന്നെ ചുറ്റോറും അന്നും ഒരു കാലമല്ലേ, നമുക്ക് പേടിക്കാനില്ലാത്തൊരു കാലമായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തും ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലങ്ങളിലുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അത്ര വിവരം അന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടും അതെന്താണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടും അതൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനേക്കാളും പക്വതയും വിവരവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറയാനും അവർക്കറിയും. അപ്പോൾ അതുകൊണ്ടാണ് പലരെയും പല അനുഭവങ്ങളിലും നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടികളൊക്കെ കൂടിയിട്ട് കളിച്ച് നടന്ന ഇവിടെ 2ഉം 3ഉം കുളങ്ങളുണ്ട്, അതുപോലെ കിണറുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മ ചെന്ന് നിന്നപ്പോൾ ആ ഒരു ഓർമ്മകളിലൂടെ ഞാനൊരു 10 മിനിറ്റ് അവിടെ ഞാൻ ചിലവഴിച്ചുള്ളൂ വെച്ചാലും ആ ഒരു ഓർമ്മകളിലൂടെ കുറച്ച് സമയം നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലത്ത് ഞാൻ വടക്കൻ നാഥനിൽ പോയി, അതുപോലെ തന്നെ നമ്മൾ പാറമേക്കാവിലും തൊഴുതു കേട്ടോ. കുറേ ദിവസമായി അമ്പലങ്ങളിലേക്കൊന്നും പോകണം എന്ന് മനസ്സിൽ ആഗ്രഹം ഇല്ലാതെയല്ല. അപ്പോൾ അങ്ങനെ പോയി. അവിടെയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരി ഇങ്ങനെ ഇവിടെ വന്നു, ചേച്ചിമേനെ ഒന്ന് കാണാച്ചിട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതാണ്. കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിനൊരു സ്വസ്ഥത വേണ്ടേ അല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കും, പണ്ടുള്ളവർ ഇന്നിപ്പോൾ ഒരു കുട്ടി എന്നുള്ളൊരു സമ്പ്രദായ രീതിയാണ് ഇന്ന് കാണുന്നത്. പക്ഷേ പണ്ട് 5ഉം 8ഉം മക്കളുള്ള, അത് കഴിഞ്ഞു 3ഉം 4ആയി, പിന്നെ 2ആയി, അങ്ങനെയൊക്കെ. എന്നാലും ഇണയ്ക്കൊരു തുണ വേണമെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കളിച്ച് വളരുന്ന പ്രായത്തിലല്ല കേട്ടോ. ഇതുപോലുള്ള അവസ്ഥകളിലാണ് നമുക്ക് വേണം പറയാം. അത് പാലക്കൽ ക്ഷേത്രമാണേ കാണുന്നത്. അപ്പം നമ്മൾ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക വിഷമമായിക്കോട്ടെ, നമുക്കൊരു 10 ദിവസം നമുക്കൊരു റെസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു മാനസികമായിട്ടൊരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. പക്ഷേ നമുക്ക് സഹോദരന്മാർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ളവർ നല്ലവരല്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ എന്തോ ആവട്ടെ, നമുക്ക് വെച്ചത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങൾ അതൊക്കെ അല്ലേ.
നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ളത് ആർക്കും പോവില്ല, നമുക്ക് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ട്, ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം വന്നു വെച്ചാൽ നമ്മൾ പറയും, ദൈവമേ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും ഇങ്ങനെയല്ല, എന്നെ അങ്ങനെ ദുരിതം തരില്ല എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പിന്നെയും നമ്മൾ ദൈവത്തിനെ വിളിക്കൂല്ലേ. അത് നമ്മുടെ ചിട്ടയായ കാര്യങ്ങളായിട്ട് നമുക്ക് ചെറുപ്പം മുതലേ നടന്നു പോയത് കൊണ്ടാണ്, ആ ഒരു ദൈവവിശ്വാസം നമ്മളിൽ മുറുകെ പിടിക്കുന്നത് കൊണ്ടും ആണ് നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലേ. ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തർത്ഥമുള്ളത്? നമ്മൾ ഓരോന്നും ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ദുരിതം അല്ലെങ്കിൽ ദുരന്തം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അനുഭവിച്ചും കൊണ്ടിരിക്കുമ്പോഴേക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ അതറിയുള്ളൂ. അല്ലാത്തവരോട് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ മനസ്സിലാക്കുന്നവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണെങ്കിലും ഓരോരുത്തരുടെയും അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കുമ്പോഴാണ് അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറയണ്ടായത്. പാമ്പുംകാവുണ്ട്, പാമ്പുംകാവിൻ്റെ അതായത് പുനഃപ്രതിഷ്ഠ നടത്തിയതാണെന്നൊക്കെ അമ്മയുടെ വീട്ടിലത്തെ കാര്യങ്ങൾ. അച്ഛൻ്റെ വീട്ടിൽ പിന്നെ പൂജ ഉണ്ടല്ലോ. അപ്പോൾ ഈ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അടപ്രഥമൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ പപ്പടം കൂടിയും കാച്ചി കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടായി. പിന്നെ നിലക്കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പുഴുങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ വെണ്ടക്കായ പുളിക്കുഴമ്പ് എന്ന് പറയും തെലുങ്കിലും അതുപോലെ തമിഴിലൊക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ പറയും വെണ്ടക്കായ പുളി എന്ന് പറയില്ലേ, പാലക്കാടൻ പുളി എന്ന് പറയും. അപ്പോൾ അതിന് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പുളി, അതുപോലെ ഞാൻ വെണ്ടക്കായ അങ്ങനെ വറുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിയലാണ്, ഉപ്പേരിക്ക് പകരം അവിയലാണ്. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടക്കായ കറിക്ക് വേണ്ടിയിട്ട് മിക്സർ ജാറിൽ നാളികേരും അതുപോലെ തക്കാളി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെന്ന് കേട്ടോ. അല്ലെങ്കിൽ വെറുതെ പച്ചനാളികേരം നമുക്ക് അരക്കച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വെണ്ടക്കായ വറുത്തെടുത്തത് മാറ്റി വെച്ചു. അതേ ചീഞ്ചട്ടിനെ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകും ഉഴുന്നും ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ നമ്മൾ നന്നാക്കി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചു വിട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്തു. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു. അതുപോലെ തക്കാളിയും നാളികേരും കൂടി അരച്ചതും ഒഴിച്ച് ചേർത്തു. ഇതിനിടയിൽ ഞാൻ പുളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. മനസ്സുകൊണ്ട് വേണം തോന്നുമ്പോൾ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അടുത്ത വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ.